അങ്ങനെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള 35 MLA-മാർ ഒരു പ്രതിരോധമായി സർക്കാരിനെതിരെ മാറിയാൽ ഒരു പക്ഷേ BJP അപ്രസക്തമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർക്കാരിനെ നയിച്ച അതേ തീവ്രതയോടും അതേ ചടുലതയോടും അതേ പ്രാവീണ്യത്തോടും കൂടെ ഒരു പരിണിത പ്രജ്ഞനായ ഒരു നേതാവെന്ന നിലയ്ക്ക് പിണറായിക്ക് പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു നിലപാടാണ്. LDF-ന് തിരിച്ചു വരാൻ കഴിയണം, ശക്തമായി തിരിച്ചു വരാൻ കഴിയണം. തിരിച്ചു വരാൻ കഴിയണമെങ്കിൽ UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും തെറ്റായ കാര്യങ്ങൾ, ജനവിരുദ്ധമെന്ന് പറയാവുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും ഒക്കെ കഴിയണം. നമസ്കാരം, ഇൻ ബിറ്റ്വീനിലേക്ക് സ്വാഗതം. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയാണ്. നിയമസഭയിൽ 102 MLA-മാരുടെ ഭൂരിപക്ഷമാണ് VD സതീശൻ മന്ത്രിസഭയ്ക്ക് കരുത്തേക്കുക. 35 MLA-മാരുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടതുമുന്നണിക്ക് ശക്തമായ ഒരു പ്രതിപക്ഷമായി പ്രശോഭിക്കാനാവുമോ? ഇത്തവണ നിയമസഭയിൽ BJP മറ്റൊരു പ്രതിപക്ഷമായി ഉയർന്നു വന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കും നിയമസഭയുടെ മുന്നോട്ടുള്ള ചലനങ്ങൾ? ഈ വിഷയമാണ് ഇന്ന് ഇൻ ബിറ്റ്വീൻ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഇൻ ബിറ്റ്വീനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കുറച്ച് ബ്രോഡായിട്ടുള്ള വിഷയമാണെന്ന് തോന്നുന്നു. പക്ഷേ കേരളത്തിൽ സർക്കാരിനെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതാണ് പലപ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തിട്ടുള്ള വിഷയത്തിൻ്റെ ഒരു വ്യത്യസ്തത തന്നെ കുറച്ച് അതിനൊരു വലിയ വ്യാപ്തിയുള്ള വിഷയമാക്കി മാറ്റുകയാണ്. എങ്ങനെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതുമയുള്ള ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. BJP 3 MLA-മാരുണ്ടെങ്കിലും BJP ഒരു പ്രതിപക്ഷ കക്ഷിയായിട്ട് നിലനിൽക്കുന്നു. അവർ തനിയെ തന്നെ നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ BJP അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ കക്ഷിയായിട്ട് നിലനിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രതിപക്ഷത്തിന് കാര്യമായ സ്ട്രെങ്ത് ഇല്ലാത്ത, ദുർബലമായ പ്രതിപക്ഷം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇടതുപക്ഷ മുന്നണി മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് തുടരാനുള്ള ഒരു വലിയ ദൗത്യം കൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ വിഷയം പ്രസക്തമാവുന്നത്. എങ്ങനെയായിരിക്കും ഒരു 102 MLA-മാരുടെ പിന്തുണയുള്ള, അല്ലെങ്കിൽ 102 MLA-മാരുടെ സ്ട്രെങ്ത്തുള്ള ശക്തമായ ഒരു മുന്നണി ഭരണം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടാനോ അതിനെ നിയന്ത്രിക്കാനോ ഒരുപക്ഷെ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാനൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാവുമോ? എങ്ങനെയായിരിക്കും അവരുടെ മുന്നിൽ വെല്ലുവിളികൾ? ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമാവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണപക്ഷത്തോടൊപ്പം ഭരണപക്ഷത്തിൻ്റെ ചെയ്തികളെ നിരീക്ഷിക്കാനും ചോദ്യം ചെയ്യാനും കഴിയുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും അതുതന്നെയാണ്. ഭരണപക്ഷം തെറ്റായ രീതിയിലേക്ക് പോയാൽ, ജനവിരുദ്ധമായ രീതിയിലേക്ക് പോയാൽ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പ്രതിപക്ഷം എന്നുള്ളതിൻ്റെ ദൗത്യം. അത് ശരിയായ രീതിയിൽ തന്നെ ആയിരിക്കണം അതിനെ ചോദ്യം ചെയ്യുക. ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടത്. പക്ഷേ ഈ സഭയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം, 3 BJP MLA-മാരുണ്ടായിട്ടുണ്ട്. ഒരു സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ, ഒരു മന്ത്രിസഭ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അവരൊരു അജണ്ട നിശ്ചയിച്ചു കഴിഞ്ഞു. അവർ ലീഗിനെ ചൂണ്ടിക്കാട്ടിയാണ്, ലീഗാണ്, VD സതീശൻ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് മുസ്ലിം ലീഗാണ് എന്ന നിലയ്ക്കൊരു ക്യാമ്പയിൻ അവർ തുടക്കം കുറിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരാണ് ആദ്യം വെടിപൊട്ടിച്ചതെന്നാണ്. ഭരണത്തിനെതിരെ ആദ്യം വെടിപൊട്ടിച്ചത് ഭരണമേൽക്കുന്നതിന് മുമ്പ്, ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ 3 BJP MLA-മാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരൊരു കമ്മ്യൂണലായ ഒരു അജണ്ട, ഒരു വിദ്വേഷപരമായ ഒരു അജണ്ട അവർ ഈ മന്ത്രിസഭ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിനെ മറികടക്കുക എന്നുള്ളതാണ് LDF-ൻ്റെ മുന്നിലുള്ള ആദ്യ ദൗത്യം. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ നിലനിർത്താൻ കഴിയുന്ന തരത്തിൽ നേരത്തെ പറഞ്ഞൊരു ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് LDF വരിക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ കമ്മ്യൂണലായ ഈ ഹെയ്റ്റ് ക്യാമ്പയിനെ മറികടന്നുകൊണ്ടേ കഴിയുള്ളൂ. പക്ഷേ അവിടെ പ്രതിപക്ഷത്തിനുള്ള ഒരു പ്രശ്നം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ നടത്തിയ ക്യാമ്പയിനുകളിൽ ഇന്ന് BJP-ക്കാർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കാതലായൊരു തിരുത്തൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു തിരുത്തലിലൂടെ മാത്രമാണ് ഈ BJP അജണ്ടയെ പരിഹരിക്കാൻ, അതിനെ മറികടക്കാൻ അവർക്ക് കഴിയുള്ളൂ.
അത് കഴിയണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ 102 സീറ്റ് ഉണ്ട് എന്നുള്ളത് വലിയ ഭൂരിപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും 35 സീറ്റാണ് LDF നുള്ളത്. താരതമ്യേന കഴിഞ്ഞ പ്രതിപക്ഷത്തിന് 41 സീറ്റുകളുണ്ടായിരുന്നു. UDF അതിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിൽ 41 സീറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് 35 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ പ്രതിപക്ഷത്തിന് ശക്തനായൊരു നേതാവുണ്ട്. 10 വർഷം കേരളത്തെ മുഖ്യമന്ത്രിയായി നയിച്ച നേതാവാണ്. അതിനു മുമ്പും മന്ത്രി എന്ന നിലയിലും പാർട്ടി നേതാവ് എന്ന നിലയിലും ദീർഘകാലമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു വലിയ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹമാണ് തൻ്റെ ഈ ഭരണകാലത്തിന് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനാണ് ഈ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള ചുമതല. അതിന് അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭരണപരിചയവും സഭയിലുള്ള പരിചയമൊക്കെ വെച്ചിട്ട് കഴിയണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള 35 MLA ഒരു പ്രതിരോധമായി സർക്കാരിനെതിരെ മാറിയാൽ ഒരു പക്ഷേ BJP അപ്രസക്തമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഒരു മുൻ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറയുകയുണ്ടായി ഈ ലീഗിന് എതിരെയുള്ളൊരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചത് CPM ആണ്. ഒരു പക്ഷേ ലീഗിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ അതൊരു പക്ഷേ ഒരു വംശീയ ക്യാമ്പയിൻ അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തിപരമായിട്ട്. അത് അത്തരത്തിലൊരു അതിനൊരു അല്ലെങ്കിൽ മറ്റൊരു സ്വഭാവം ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു. പക്ഷേ നിലവിൽ നടക്കുന്ന നീക്കങ്ങൾ അതിൽ നിന്ന് ഘടകവിരുദ്ധമാണ്. BJP മുന്നോട്ട് വയ്ക്കുന്ന നീക്കങ്ങൾ ഒരുപക്ഷെ അത് മറ്റൊരു തരത്തിൽ കൂടെ അതിനൊരു നിറം നൽകിക്കൊണ്ടുള്ള ഒരു നീക്കമാണെന്നാണ് നമ്മൾ കരുതുന്നത്. രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലീഗിനെ വിമർശിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുക എന്നുള്ള രീതിയിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒട്ടും ഗുണകരമാവില്ല. പക്ഷേ BJP ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു നറേറ്റീവ് കൂടെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞത് BJPക്ക് അതിനൊരു ധൈര്യമായി മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് കഴിഞ്ഞ LDFന്റെ ക്യാമ്പയിൻ തന്നെയായി. അതായത് അവർക്കൊരു തെറ്റ് പറ്റിയില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ലീഗിനെതിരെയുള്ള വിമർശനങ്ങളെ പൊതുവെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ലീഗിനെതിരെ മാത്രമല്ല, മലപ്പുറത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ വിമർശനങ്ങൾ, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഹെയ്റ്റ് ക്യാമ്പയിനെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ ഇടപെടൽ, ഇതൊക്കെ തന്നെ തിരുത്തിക്കൊണ്ട് മാത്രമാണ് ഇവരുടെ ക്യാമ്പയിനെ തിരുത്താൻ പറ്റുള്ളൂ. അത് MA ബേബി പറയുകയുണ്ടായി, പാർട്ടിക്ക് തിരുത്താനായില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിക്ക് തിരുത്താനായില്ല എന്ന് പറയുന്നത് ഒരു പക്ഷേ പാർട്ടിക്ക് പിണറായി വിജയനെ തിരുത്താനായില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടാകും. കാരണം മുഖ്യമന്ത്രി നേരിട്ട് മുന്നിൽ നിന്ന് നയിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ അതിനെ ബാധിച്ചിരുന്നു. അതങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ തിരിച്ച് പ്രതിപക്ഷ നേതാവായിട്ട് എത്തുകയാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ വർഗീയതയെ അല്ലെങ്കിൽ BJPയെയോ RSSനെയോ ചെറുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്വമാണ്. അത് CPM മാത്രമുള്ള ഉത്തരവാദിത്വമല്ല. അത് ഇപ്പോൾ ഭരിക്കുന്ന വലിയ അപ്രമാദിത്വത്തോട് ഭരിക്കുന്ന വലതുപക്ഷത്തിൻ്റെ, അതായത് UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. പക്ഷേ ഇവിടെ CPM നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വശത്ത് ഈ BJPനെയും RSS അടക്കമുള്ള മൂവ്മെൻറ്റുകൾ കേരളത്തിൻ്റെ വിഭജന രാഷ്ട്രീയത്തെ ചെറുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം, അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് അതൊരു കൂട്ടുത്തരവാദിത്തമാണ്. അതിൻ്റെ ഇപ്പുറത്ത് നേരെ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി BJP സെറ്റ് ചെയ്ത അജണ്ടയിലേക്ക് വീഴാതിരിക്കുക എന്നുള്ളതാണ്. അതിനെ ചെറുക്കുക, അതിനോട് പോരാടുക എന്നുള്ളത്. അതിനപ്പുറത്ത് ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ, ജനവിരുദ്ധമായ നയങ്ങൾ, UDF മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ മുൻ സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? ഈ വിഷയങ്ങളിലൊക്കെയാണ് LDF കേന്ദ്രീകരിക്കേണ്ടത്. മറിച്ച് BJP നിശ്ചയിച്ചിരുന്ന ഈ അജണ്ടയിലേക്ക് വീണ്ടും പോയി വീണാൽ അത് ഈ പറയുന്ന ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ ഒരു എതിർപ്പുകളെ, വിമർശനങ്ങളെ ദുർബലപ്പെടുത്താൻ CPMനെ സംബന്ധിച്ചിടത്തോളം CPM ഇത്തരം നിലപാടുകളൊക്കെ തിരുത്തുന്ന പാർട്ടിയാണ്. ഒരു പക്ഷേ അവർ ഇനി തിരുത്തി വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ഈ തോൽവിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവിയിൽ നിന്നാണ് അവർ ഇത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഒരു പക്ഷേ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് തോൽവികൾ വലിയ രീതിയിൽ സഹായിച്ചിട്ടുമുണ്ട്. തോൽവിയില്ലാത്ത സ്ഥലത്തൊക്കെ ഇത്തരം പാർട്ടികൾക്ക് വലിയ രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ ഈ തോൽവിയിൽ നിന്ന് തിരിച്ചു വരാനൊക്കെ CPM ആവുമായിരിക്കാം. ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്താർജിക്കാൻ കഴിയുമായിരിക്കും. എങ്കിലും നിയമസഭയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മുന്നോട്ട്
മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് ഈ ദ്വിമുഖ പോരാട്ടത്തിൻ്റെതാണ്. ഒരു വശത്ത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ RSSൻ്റെയോ BJPയുടെയോ വിഭജന വംശീയ രാഷ്ട്രീയങ്ങളെ ചെറുക്കുന്നതിനൊപ്പം തന്നെ അതൊരു പക്ഷേ ഈ പറയുന്ന സർക്കാരുമായിട്ട് ചിലപ്പോൾ കൈകോർക്കേണ്ടിയൊക്കെ വന്നേക്കാം. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ മാത്രമല്ല UDF സർക്കാരിൻ്റെ, കാരണം UDFനും ഇതൊരു പൊതു ശത്രുതയാണ്, UDFിൻ്റെ ഒരു പ്രശ്നമാണിത്, ഒരു കോമൺ ഇഷ്യൂ എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDFിനെ എതിർക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് വശത്തേക്കുമുള്ള ഈ പോരാട്ടം ഒരേ സമയം തുടരേണ്ട ഒരു സാഹചര്യത്തിൽ നേരത്തെ CPM ഉയർത്തി കാണിച്ച ക്യാപ്റ്റൻ ഇപ്പോൾ CPMൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ക്യാപ്റ്റൻ, അപ്പോൾ LDFിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ ധാർമ്മികമായിട്ട് ജയത്തിനോടൊപ്പം തന്നെ തോൽവിയുടെ ഉത്തരവാദിത്വം എൻ്റെതാണെന്നുള്ള രീതിയിൽ വളരെ വൈകാരികമായിട്ടൊക്കെ ആയിരിക്കാം അത്തരത്തിലുള്ള നിലപാടിലേക്കൊക്കെ അദ്ദേഹം നീങ്ങുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. എങ്കിലും ആ ക്യാപ്റ്റന് ഇനി പരാജയപ്പെട്ട നേതാവ് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നേതാവായി മാറിയിരിക്കുന്നത് എന്നുള്ളത് അതാണ് അത് പരിഹരിക്കാൻ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ കഴിയുള്ളൂ. പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്, പ്രധാനപ്പെട്ട പാർട്ടിയുടെ കമ്മിറ്റികളാണ് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ്, അതിന് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല. ആ ഒരു ഉത്തരവാദിത്വം, വലിയൊരു ഉത്തരവാദിത്വം എന്ന നിലയിൽ പിണറായി വിജയനും പ്രതിപക്ഷത്തിന് ഏറ്റെടുക്കാൻ കഴിയണമെന്നുള്ളതാണ് പ്രശ്നം. ഭാരിച്ച ഉത്തരവാദിത്വമാണ് നിയമസഭയിൽ. ഒന്ന് ഈ ഇവർക്ക് തിരിച്ചു വരാൻ കഴിയണം, LDFന് തിരിച്ചു വരാൻ കഴിയണം, ശക്തമായി തിരിച്ചു വരാൻ കഴിയണം. തിരിച്ചു വരാൻ കഴിയണമെങ്കിൽ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും തെറ്റായ കാര്യങ്ങൾ, ജനവിരുദ്ധമെന്ന് പറയാവുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും ഒക്കെ കഴിയണം. അങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നതിൽ ഒരു ട്രാപ്പ് സൃഷ്ടിക്കാൻ നേരത്തെ പറഞ്ഞ ഈ BJPയുടെ അജണ്ട മുന്നിലുണ്ട്. ഈ അജണ്ടയെ മറികടന്നുകൊണ്ട് ഗവൺമെൻറ്റിനെ കൃത്യമായി വിലയിരുത്തുകയും വിമർശിക്കുകയും ആവശ്യമായ സമരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യണം. ആ ഒരു ദൗത്യമാണ് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നത്. അല്ല, ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ് ഇനിയുള്ളത്. കാരണം വലിയ മെജോറിറ്റിയോട് കടന്നു വരുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരം സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശക്തരാണ്. അപ്പം അത്തരം തീരുമാനങ്ങൾ എപ്പോഴും ജനാധിപത്യപരമാവണമെന്നില്ല, കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആവണമെന്നില്ല. ഒരു പക്ഷേ ഏകകണ്ഠേന വരുന്ന തീരുമാനങ്ങളെല്ലാം ജനാധിപത്യപരമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതും അതുമായിട്ട് മുന്നോട്ട് പോകാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഘടകങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇനി അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാരണം നേരത്തെ നമ്മൾ കേരളയിലെ പ്രശ്നം നമ്മൾ നേരത്തെ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്, പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിതിന് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ട് എന്നുള്ള രീതിയിലൊരു സർക്കാർ മുന്നോട്ട് പോകണം. VD സതീശൻ സർക്കാരിന് അത്തരത്തിലൊരു കരുത്തുള്ള സർക്കാരാണ്, ശക്തമായിട്ടുള്ള പിന്തുണയുള്ള 102 MLA-മാരുള്ള ഒരു സർക്കാരാണ്. അപ്പോൾ ഈ സർക്കാർ ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായൊരു പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലില്ലെങ്കിൽ, ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ക്രിയാത്മക പ്രതിപക്ഷം എന്നൊക്കെ പറയുമെങ്കിലും ശക്തമായൊരു പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് തന്നെയായിട്ട് മുന്നോട്ട് പോവുക. ഇതിലൊന്നാമത്തെ രാഷ്ട്രീയമായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 5 വർഷത്തിനകം LDF ശക്തമായി തിരിച്ചു വന്നില്ല എങ്കിൽ വലിയൊരു സാമൂഹ്യമായൊരു വലിയ പ്രശ്നം നേരിടുന്നുണ്ട്. അതായത് ഒരു പ്രതിപക്ഷം എന്നുള്ളത് ഇത്രയും കാലം, അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണം എന്നുള്ളത് ഇത്രയും കാലം ഏതെങ്കിലും ഒരു മുന്നണി, LDF അല്ലെങ്കിൽ UDF മുന്നണി, മറുപക്ഷത്ത് ഇവരിൽ ഏതെങ്കിലും ഒരു കക്ഷികൾ, മുന്നണികളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് വേറൊരു മുന്നണി ആ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ LDF തിരിച്ചു വരിക, ശക്തമായി തിരിച്ചു വരിക എന്നുള്ളത് കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം വേറൊരു ഓൾട്ടർനേറ്റീവായൊരു സെക്യുലർ ഫോഴ്സ് കേരളത്തിലില്ല. അപ്പോൾ അത് തിരിച്ചു വരാൻ LDFന് കഴിയണം. അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ശക്തമായ നിലപാടുകളിലേക്ക് പോകേണ്ടി. ഇവിടെ ഈ അവസാന ഘട്ടത്തിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മുൻപിലൊക്കെ വന്നിരുന്നൊരു ചോദ്യം, പിണറായി വിജയൻ 3-ാം തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു അധികാര ക്യാബിനറ്റ് റാങ്കിലേക്കൊക്കെ വരുന്നത്. മുഖ്യമന്ത്രിയാവുന്നു, 2-ാം തവണയും മുഖ്യമന്ത്രിയാവുന്നു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവുന്നു. ഇനിയും ഒരു അംഗത്തിന് പിണറായി വിജയന് ബാല്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. പിണറായി വിജയന് ആരോഗ്യപരമായ പരിസ്ഥിതി, പ്രായം, ഇതൊക്കെ ഘടകങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് എത്രത്തോളം ഇത് മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ബാലഗോപാലിനെ പോലെയുള്ള 2-ാം നിര നേതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസം അവിടെ ഒരു അഭിപ്രായം പലപ്പോഴും ഉയരാറുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നൊരു കാര്യം, സർക്കാരിനെ നയിച്ച അതേ തീവ്രതയോടും അതേ ചടുലതയോടും അതേ പ്രാവീണ്യത്തോടും കൂടെ ഒരു പരിണിത പ്രജ്ഞനായൊരു നേതാവെന്ന നിലയ്ക്ക് പിണറായിക്ക് പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു നിലപാടാണ്. ഒരുപക്ഷെ ഇടതുപക്ഷമെങ്കിലും വിശ്വസിക്കുകയും CPM എങ്കിലും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ പിണറായിക്ക് അങ്ങനെ കഴിയട്ടെ എന്നാണ്. കാരണം നിരവധി സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളത്തിന് ആവശ്യമുണ്ട്. ഇതിൽ വേറൊരു ഉദാഹരണമുണ്ട് കേരളത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ 2011 ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ ഭരിച്ചിരുന്നത്. 2016 അവർ അധികാരത്തിൽ നിന്ന് പോകുന്നു. ഉമ്മൻചാണ്ടി നിയമസഭയിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവരുടെ പ്രതിപക്ഷ നേതാവായി വന്നത് കുറേ കൂടെ ചെറുപ്പക്കാരനായ രമേശ് ചെന്നിത്തലയായിരുന്നു.
ഇനി 2021 വരുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്ന വി.ഡി. സതീശൻ എന്ന കുറേ കൂടെ ജൂനിയറായ ഒരാളെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഈ 2 സഭകളിലും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അതിനു മുൻപ് EMS ഇരുന്ന സഭയിൽ ടി.കെ. രാമകൃഷ്ണനായിരുന്നു ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ഈ ഭരിച്ച മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവായി തുടരണമെന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയാണ്. ആ നിലയ്ക്ക് ഒരുപക്ഷെ പിണറായി വിജയനെ നിർവഹിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമോ പ്രായമോ ഒന്നും വലിയ പ്രശ്നമൊന്നും ആകണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇവരുടെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് കുറേ കൂടെ ഒരു യുവത്വമുള്ള ഒരു ടീമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ആ നിലയിൽ യുവത്വത്തോടെ, പ്രായം പ്രശ്നമല്ല, പക്ഷേ ആ ഒരു യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയോടുകൂടി ഗവൺമെൻറ്റിനെ നേരിടാൻ പ്രതിപക്ഷത്തിന് കഴിയണമെന്നുള്ളതാണ് പ്രശ്നം. അവരുടെ അംഗസംഖ്യ കുറവാണ്, ആളുകളുടെ ബലം കുറവാണ്. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവിൻ്റെ കരുത്തിൽ അതിനെ നേരിടാൻ കഴിയണം എന്നുള്ളതാണ് പ്രശ്നം. അത് കഴിഞ്ഞേ തീരൂ. അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഗവൺമെൻറ് അതിൻ്റെ തോന്നിയ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കണമെന്നില്ല. ഇപ്പോൾ 5 ഗ്യാരണ്ടികൾ മുന്നിലുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ 5 ഗ്യാരണ്ടികൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ മാനിഫെസ്റ്റോയിൽ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നടപ്പാക്കുമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് നടപ്പാക്കിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം. അതിലേതെങ്കിലും സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനോ ജനങ്ങളുടെ താല്പര്യത്തിനോ വിരുദ്ധമായ തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ തടയാനും പ്രതിപക്ഷത്തിന് കഴിയണം. അപ്പോൾ ആ ഉത്തരവാദിത്വം കൂടി പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ ഗൗരവമുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം VS അച്യുതാനന്ദൻ്റെ കാലത്തൊക്കെയുള്ള പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജനകീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ പാർട്ടിയല്ല, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ തെറ്റായ തീരുമാനത്തിനെതിരെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ VS പ്രായത്തെ അവഗണിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോയി സമരത്തോടൊപ്പം സമരത്തെ പിന്തുണയ്ക്കുകയും ആ പ്രശ്നം ഏറ്റെടുത്ത് നിയമസഭയിലും പുറത്തും ഉന്നയിക്കാനും ഒക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു ജനകീയനായ പ്രതിപക്ഷ നേതാവായി മാറിയത്. തീർച്ചയായും അത്തരമൊരു ചുമതല കൂടി പിണറായി വിജയൻ്റെ ചുമലിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് സർക്കാരിനെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം സർക്കാരിൻ്റെ തെറ്റായ തീരുമാനങ്ങളെയും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുക. ഒരുപക്ഷെ അവിടെ ചെന്നുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സർക്കാരിനെ ചോദ്യം ചെയ്യാനും കൂടെ കഴിയണം. അപ്പോൾ ഇത്തരം മാത്രമല്ല, ഈ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇപ്പോൾ ബജറ്റ് വിഹിതം, പദ്ധതി വിഹിതങ്ങൾ, കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നിനും നീക്കിവെക്കുന്ന ഇത്തരം കണക്കുകളുമൊക്കെയായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ട് സർക്കാരിനെ ചോദ്യം ചെയ്യാനും തിരുത്തിക്കാനും ഒക്കെ തന്നെ ഒരു പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം വളരെ ഉത്തരവാദിത്വമുള്ള ദൗത്യങ്ങളാണ് ഒരു പ്രതിപക്ഷ നേതാവിനുള്ളത്. ഒരു സർക്കാരിന് എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ നിയമസഭയിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി മാറാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കട്ടെ. കേരള സർക്കാരിൻ്റെ ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ അത്തരത്തിലൊരു പ്രതിപക്ഷത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ അവർക്കാവട്ടെ. എല്ലാവിധ ആശംസകളും.